Hello, my 253 subscribers. So, ഇന്ന് ഒരു നോർമൽ വ്ളോഗ് അല്ല ആക്ച്വലി. ടുഡേ സംതിങ് ഗോണ ഹാപ്പൻ. അപ്പോൾ അതിൻ്റെ ഔട്ട്കം പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ എന്ന് പോലും അറിയാണ്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യണത്. ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ്, ഡെഫിനറ്റ്ലി ഐ എം ഗോണ പോസ്റ്റ് ദിസ് വീഡിയോ ഓൺ യൂട്യൂബ്, ഓർ എൽസ് ഇത് എന്നിലൊപ്പം മണ്ണിലടിക്കാൻ പോണ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്താന്ന് വെച്ചാൽ സോ ഇതെനിക്കിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യണം എന്നിങ്ങനെ തോന്നി. ഓക്കെ, സോ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ ദുബായിൽ വന്നിട്ട് ഇപ്പം അത്യാവശ്യം കുറച്ച് നാളായി. അപ്പോൾ നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞു, അപ്പോൾ തന്നെ കോവിഡ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ സംഹൗ ഐ ഫൗണ്ട് എ ജോബ്, ലൈക്ക് ബൈജൂസിലൊരു ജോബ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ടും എനിക്ക് ഇങ്ങനെ നല്ല നല്ല ജോബൊക്കെ കിട്ടി. ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു എൻ്റെ ഫിയോൻസിൻ്റെ ഷിഫ്റ്റ് ദുബായിലേക്ക്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ ഫ്യൂച്ചർ എവിടെയായിരിക്കും. സോ ലൈക്ക് ഞാനും പോയി ജോബ് ഒന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. അപ്പോൾ ഒരിക്കൽ പോലും ഒരു 1 മന്തിന് മുകളിൽ ഞാൻ അങ്ങനെ ഒരു ജോബ് ഇല്ലാണ്ടൊന്നും ഇരുന്നിട്ടില്ല. സോ ഐ ടെൽ മൈ സ്റ്റോറി. ലൈക്ക് ഫ്രം മൈ 8th or 9th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് എനിക്ക് ഈ പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന ഒരു ശീലമുണ്ട്. So I used to do, take tuition for my neighborhood kids. ആൻഡ് അതല്ലാണ്ട് പിന്നെ എനിക്ക് മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ കോവിഡ് കാരണം കുറച്ച് ജോബ് മാർക്കറ്റൊക്കെ കുറച്ച് ഇതായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്കൊരു ഓൺലൈൻ ഒരു സ്കൂളിൻ്റെ കോർഡിനേറ്ററായിട്ട് കയറി. ആ ഒരു MBA കഴിഞ്ഞിട്ടുള്ള ഒരു ജോബ് കിട്ടുന്ന സമയമുള്ള വരെയുള്ള ഇതിൽ ഞാനൊരു കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ എനിക്ക് പോക്കറ്റ് മണിയൊക്കെ കിട്ടിയിരുന്നു. പിന്നെ ജോബ് കിട്ടിയിട്ടായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻസ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ സ്റ്റിൽ എനിക്ക് ആ ഒരു അക്കംപ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഞാൻ ഫുൾ ഹാപ്പി ആണോ ഇങ്ങനെ അതില്ല. എനിക്കിങ്ങനെ എൻ്റെ റിസോഴ്സ് എന്തോ ഒരു റിസോഴ്സ് ഞാനിങ്ങനെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊട്ടും സസ്റ്റൈനബിൾ അല്ല, അങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ജോബ് കിട്ടിയിട്ടുള്ള ഒരു ഫീൽ അല്ലെങ്കിൽ ആ ജോബിലുള്ള ഒരു ഗ്രോത്ത് അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യണ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അപ്പോൾ ആസ് ഐ സെഡ് എനിക്കൊരു ജോബ് കിട്ടാനായിട്ട് ഞാനൊരു 1 മന്തിന് കൂടുതൽ ഒരു വീട്ടിലിരിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കേണ്ട അവസ്ഥയോ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ UAE ലോസിൻ്റെ എക്സ്പീരിയൻസിൽ ആസ് എൻ HR പ്രൊഫഷണൽ ആ ഒരു UAE ലോസിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല, എംപ്ലോയ്മെൻറ്റ് ലോൻ്റെ. ദോ ഐ ഡു ഹാവ് എ തറോ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കും, അതിൻ്റെ ഒരു ചെറിയൊരു സർട്ടിഫിക്കേഷൻസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു മാർക്കറ്റ്, ആ ഒരു ജോബ് മാർക്കറ്റിലേക്ക് അങ്ങോട്ട് ക്രാക്ക് ചെയ്ത് അകത്തേക്ക് കെട്ടാനായിട്ട് കുറച്ച് പണിയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, UAE ലോൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ UAE എംപ്ലോയ്മെൻറ്റ് ലോൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പർ HR ആയിട്ടുള്ള ഒരു ജോബ് കിട്ടാത്തത്. സോ ഐ തോട്ട് ഞാൻ അതിൻ്റെ HR തന്നെയുള്ള വേറൊരു വേർട്ടിക്കലായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ലാസ്റ്റ് വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ഒരു ബോസ് ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു ഐ ആം ലൈക്ക് വെരി ഗുഡ് അറ്റ് ഇറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ എനിക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ആക്ച്വലി നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു ജോബ് തന്നെയാണ്, നല്ല ഗ്രോത്ത് ഉള്ളൊരു ജോബാണ് റിക്രൂട്ട്മെൻറ്റ്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഞാൻ അതിലേക്ക് എനിക്ക് കിടക്കാം എന്ന് വിചാരിച്ച് ഞാൻ റിക്രൂട്ട്മെൻറ്റിൽ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഐ ഡോണ്ട് ഹാവ് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഇട്ടാവട്ടത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ടും അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ടും എനിക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഇല്ല, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടും ഞാനിങ്ങനെ കുറച്ച് അതായത് എനിക്ക് ഞാൻ വിചാരിക്കണ രീതിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ജോബ്സിൽ. അതായത് ഇപ്പോൾ അത്യാവശ്യം 2 കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഓക്കെ, അഞ്ജലിക്ക് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസിൽ ഈ കുട്ടിക്ക് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്, ഓക്കെ ലെറ്റ്സ് ഗോ വിത്ത് ഹർ. അപ്പോൾ എനിക്ക് അതിൽ ഐ ഡോണ്ട് ഹാവ് എനി ഹാർഡ് ഫീലിങ്സ് അബൌട്ട് ഇറ്റ്. ബിക്കോസ് ഞാനായിരുന്നു ആ ഒരു ഹയറിങ് നടത്തണമെങ്കിൽ ഞാനും ഒബ്വിയസ്ലി അങ്ങനെ ചിന്തിക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കാരണങ്ങളാൽ എനിക്ക് കുറച്ച്
കുറച്ച് ടഫായിട്ട് തോന്നി അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൽ ഇത് ചെയ്യാനായിട്ട്. ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനെ ഗിവ് അപ്പ് ചെയ്യുന്നില്ല. ഞാൻ അത്യാവശ്യം നന്നായി തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ലാൻഡ് ചെയ്തേക്കുന്നതാണ് ഒരു ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനി. അവർ ഇവിടെ ദുബായിലും കൂടിയും എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഫൈനൽ സ്റ്റേജ് ഓഫ് ഒരു ഇൻ്റർവ്യൂ കോൾ ഓർ കോഫി വിത്ത് ദാറ്റ് HR, അങ്ങനെ ഇന്നത്തെ ഒരു റൗണ്ട് നടക്കാൻ പോവാണ്. അപ്പോൾ ഞാനും വേറൊരു കുട്ടിയും കൂടി ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. സോ ലെറ്റ് സീ വെദർ ഐ വിൽ ഗെറ്റ് ദ സെലക്ട്. ഇതിൽ ഞാൻ ക്രാക്ക് ചെയ്യോ ഇല്ലയോ നോക്കാം. എനിവേ ഇഫ് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാനിത് പോസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യും ഒരു വീഡിയോ ഡെഫിനറ്റ്ലി. അത് ചിലപ്പോൾ ഈ ജോബ് അല്ലെങ്കിൽ വേറെ ജോബായിരിക്കും. ബിക്കോസ് കിട്ടാതെ എവിടെ പോകാനല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു വ്ളോഗാണ്. ആൻഡ് യാ, ലെറ്റ്സ് സീ. സോ യു ഗൈസ് കം വിത്ത് മീ. എങ്ങനെ ഇന്നത്തെ ദിവസം പോകണമെന്ന് നോക്കാം. സോ ഇന്നലെ ഒരു ക്ലോഷർ ഇല്ലാണ്ടാണ് ഞാൻ നിർത്തിയത്. എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി എനിക്കൊരു ക്ലോഷർ കിട്ടിയില്ല. ആ ഒരു മീറ്റിംഗ് വാസ് ലൈക്ക് എ ലെങ്തി മീറ്റിംഗ് വിത്ത് ഹർ. And she was like, I'm like all good to go, Anjali. Everything is like fine only. Let me just talk to my boss. Like അവരുടെ CEO ആയിട്ട് സംസാരിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. ആൻഡ് പുള്ളി എന്തോ ഒരു മീറ്റിങ്ങിലൊക്കെ ആയിട്ട് കുറച്ച് തിരക്കില്ല. അപ്പോൾ പുള്ളി വന്നിട്ട് ഓക്കെ എല്ലാം പറഞ്ഞ് സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടും. അപ്പോൾ ഇപ്പോഴും എനിക്കൊരു 100% കിട്ടുമോ അങ്ങനെ അറിയില്ല. ഞാൻ ഇപ്പോൾ ചോദിച്ചു ഒന്ന്, ടു ബി ഫ്രാങ്ക്, എന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. ലൈക്ക് ഇത്രയും ടൈം എടുക്കണോണ്ട് എനിക്കും വേറെ കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ പുള്ളിക്കാരി പറഞ്ഞു ലൈക്ക് ഫ്രം മൈ സൈഡ് ഇസ് എവറിത്തിങ് ഇസ് ലൈക്ക് ഗുഡ് ടു ഗോ. അപ്പം ഞാൻ പറഞ്ഞു വന്ന് ഞാൻ ഈ വ്ളോഗ് തുടങ്ങിയത് 22 അതിൻ്റെ ഔട്ട്കം പോസിറ്റീവ് ആണെങ്കിൽ ഇടാമെന്നാണ് ഞാൻ വെച്ചിരുന്നത്. പക്ഷേ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു എൻ്റെ അടുത്ത് ഈ വീക്കെൻഡ് ഓറൽസ് മാക്സ് നെക്സ്റ്റ് വീക്ക് മിഡ് ആകുമ്പോൾ പറയാമെന്നാണ്. ഇന്നപ്പോൾ അവരുടെ ഒരു HR ഡയറക്ടർ ഹെഡായിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ക്വൈറ്റ് എ കൈൻഡ് ഓഫ് എ ഇൻട്രോ കോൾ. അപ്പോൾ എനിക്കിപ്പോഴും കിട്ടിയോ ഇല്ല, എനിക്ക് കിട്ടുമോ കിട്ടുമെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു ഇതിലാണ് ഇരിക്കണത്. അപ്പോൾ നോക്കാം. ഞാൻ ഇനി ഓരോ അപ്ഡേറ്റ്സും അതിൻ്റെ കൂടെ തരാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ കാരണം ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാവിലെ 9 മണിക്ക് തന്നെ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലെ HR ഡയറക്ടറായിട്ടായിരുന്നു. പുള്ളിക്കാരി ജസ്റ്റ് നോർമൽ എന്തൊക്കെയാണ് സ്ട്രെങ്ത് അല്ലെങ്കിൽ എന്താ എൻ്റെ മോട്ടീവ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാനും ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയാനായിരുന്നു. അത് നന്നായി പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ഒരു അപ്ഡേറ്റ് വന്നിട്ട് ഞാൻ വരാം. ഹലോ ഗായ്സ്, അപ്പോൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് 22 ഇന്ന് 27. അപ്പോൾ ഞാനപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവായിട്ടാണ് ഔട്ട്കം വന്നേക്കണേ. ഇന്ന് തിങ്കളാഴ്ച 27. അപ്പോൾ ഞാൻ ഈ ന്യൂസ് ആക്ച്വലി ഫ്രൈഡേ അറിഞ്ഞിരുന്നു. ഇന്നാണ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ ഇത് ഞാനിങ്ങനെ പബ്ലിഷ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ഫ്രൈഡേ ഞാൻ അറിഞ്ഞു, ലൈക്ക് അവർ പറഞ്ഞു സെലക്റ്റഡ് ആണ് അഞ്ജലി, ഞങ്ങൾ ഓഫർ ലെറ്റർ റിലീസ് ചെയ്യും മൺഡേ. പക്ഷെ ആ ഒരു ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടാണ്ട് എങ്ങനെ ചെയ്യും വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും കിട്ടി. സോ ഐ എം റിയലി ഹാപ്പി. ഞാൻ ആക്ച്വലി എൻ്റെ ചുറ്റിനുള്ളവരോടൊക്കെ ഗ്രേറ്റ്ഫുള്ളാണ്. എല്ലാവരും ഞാൻ ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ബ്രാഗ് ചെയ്തുകൊണ്ടിരിക്കും. അയ്യോ എനിക്ക് ജോലി കിട്ടിയില്ല, അയ്യോ ഞാൻ കഴിവില്ലാത്ത കുട്ടിയാണോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുറേ ഇങ്ങനെ ഈ ലാസ്റ്റ് ഇറ്റ്സ് ബീൻ 6 months, ഈ ലാസ്റ്റ് 6 months മൊത്തം ഞാൻ ഇങ്ങനെ എന്നെ തന്നെ ഡൗട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ബട്ട് യെസ് അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഡിയറസ്റ്റ്
പാർട്ട്ണർ, എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരോടും എനിക്ക് അതിയായ നന്ദിയുണ്ട്. ബിക്കോസ് നമ്മളൊരു കാര്യം എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ തന്നെ വിഷ് ചെയ്ത് ആ സംഭവം തന്നെ നടത്താമെന്നറിയില്ല. അതേപോലെ അതുമാത്രമല്ല, ഞാനും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ 6 മാസത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കുറേ അപ്ലൈ ചെയ്യും, ഇടയ്ക്ക് വെച്ച് ഡൗൺ ആവും. ഇനിയിപ്പോൾ അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ലെന്ന് തോന്നുന്നു, കിട്ടുമെന്ന് തോന്നണില്ല, കിട്ടില്ല, അങ്ങനെ ഇടയ്ക്ക് ഡൗൺ ആവും. പിന്നെയും ഇല്ലില്ല എന്നാൽ ഇനി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് വീണ്ടും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്യാൻ. അങ്ങനെ കുറേ ഒന്നുമില്ല എങ്കിലും ഒരു 10 ഇൻ്റർവ്യൂസ് എങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവസാനം അത് എന്നിലേക്ക് വന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം എനിക്ക് ഈ കിട്ടിയേക്കുന്ന ഓഫറിൻ്റെ 1/3 വരെ ഓഫർ ഏകദേശം ആയപ്പോഴേക്കും ഞാൻ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ഞാൻ ഇതിൽ കമ്മിറ്റ് ചെയ്താലോ, ഇതൊരു സ്റ്റാർട്ടിങ് ആയിട്ട് വിചാരിച്ച് അതിൽ കമ്മിറ്റ് ചെയ്താലോ എന്ന് വരെ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യാണ്ടൊക്കെ. എന്നിട്ടും അപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വിവോ എൻ്റെ അടുത്ത് എപ്പോഴും പറയാം, അങ്ങനെ ഇത്രയും ഡെസ്പറേറ്റ് ആയിട്ട് കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്ര ഇതിൽ കിട്ടിയാൽ നീ പോയാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്യാൻ, അല്ലെങ്കിൽ ഐ ഡിസേർവ് മോർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര വലിയ കാര്യമാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് വന്ന് ജോലി അന്വേഷിച്ച് നോക്കൂ എന്ന് ഞാൻ പറയും. വലിയ കാര്യം തന്നെയാണ് അത്. ഇത്രയും നല്ല എനിക്കൊരു അത്യാവശ്യം ഇതാണ് ബെസ്റ്റ് എന്നല്ല ഞാൻ പറയണത്, പക്ഷെ എനിക്ക് ഏറ്റവും ബെസ്റ്റ്, ഞാൻ ആക്ച്വലി ഒരു റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ഏതാണ് ബെസ്റ്റ് ജോബ്, അല്ലെങ്കിൽ എത്ര വരെയാണ് നമുക്ക് ഒരു റേഞ്ച് ഇതിൻ്റെ ഒരു ബെനിഫിറ്റൊക്കെ കിട്ടുക എന്നുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ അക്കോർഡിംഗ് ടു ദാറ്റ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ജോബാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു വെരി ഗുഡ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ ഗെറ്റിംഗ് എ ഗുഡ് ബെസ്റ്റ് ജോബ്. അപ്പോൾ അതൊക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളും എല്ലാവരും എന്തെങ്കിലുമൊക്കെ വേണ്ടി പരിശ്രമിക്കുകയാണ്, എന്തെങ്കിലും ഒരു ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി ലോട്ട് ഓഫ് തിങ്സ്. അത് നമുക്കിങ്ങനെ ഭയങ്കര നിരാശ തരുന്ന കാര്യങ്ങളുണ്ടാവും. കിട്ടുമോ, ഇനി നമ്മൾ ഇത്രയും ചെയ്തിട്ട് കാര്യമില്ലേ, ചിലപ്പോൾ നമ്മൾ അത്രയും അത് പോരാ, നമ്മൾക്ക് അത് കിട്ടില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഇല്ല. ആക്ച്വലി നമ്മളിപ്പോൾ കുറേ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വന്നാലും നമ്മൾ ഭയങ്കരമായിട്ട് അത് വേണം എന്ന് വിചാരിച്ച് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എനിക്ക് പറ്റിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര കൺസിസ്റ്റൻ്റായി ഇങ്ങനെ വരും, പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാനിങ്ങനെ പറ്റുന്നില്ല, കിട്ടില്ല എന്ന് തോന്നുന്നു, എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെ ഇടയ്ക്ക് പോകും. പിന്നെ അങ്ങനെ ഒരു വീക്ക് ബ്രേക്ക് എടുക്കും, എന്നിട്ട് ഞാൻ വീണ്ടും പിന്നെ ഭയങ്കര ആ ഒരു പവറിൽ ബാക്ക് ടു ഇതാവും. അപ്പോൾ അങ്ങനെയൊന്നും ആവാണ്ട് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് തന്നെ ഇത് കിട്ടും എന്ന് വിചാരിച്ച് ചെയ്യുക. എന്തെങ്കിലും നമുക്ക് വിചാരിച്ചേക്കണത് അത് നമ്മളിലേക്ക് തന്നെ എത്തും. സോ അങ്ങനെ എനിക്ക് കിട്ടി. നവംബർ മിഡിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ആൻഡ് ഐ എം ഹാപ്പി. Okay, so hope you guys like this video. If you like this video, like, subscribe to my channel, and yes, I'm happy.